ഇങ്ങനെ കിടന്ന് ബേളം വെക്കാന്ന് ബേളം വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എടാ ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. അത് ശരി, ഈ ബിവറേജ് കോർപ്പറേഷന്റെ കട ഇവിടെയും തുടങ്ങിയോ? ഈ സീകപ്പിയുടെ ഓരോ ഭരണപരിഷ്കാരങ്ങള്. ഇത് കള്ളുകടയല്ല, മുഖ്യമന്ത്രിയെ കാണാനുള്ള ക്യൂവാ. എന്തോ എന്റെ പൊന്നു മോനെ, നിന്റെ ഈ കഷണ്ടിടല്ലോ മുഖ്യമന്ത്രി വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല കേട്ടാ. കുട്ടിയുടെ അപേക്ഷ പോലെയാണോ? എങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, സത്യം. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ വിളിച്ചു. പാവം മുഖ്യമന്ത്രി നാട്ടിൽ ഇതുപോലെ പരാതി കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന, നാട്ടിൽ ഇതുപോലെ വികസനം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഈ ലോകത്തുണ്ടാകത്തില്ല. എന്നിട്ട് എന്ത് കാര്യം? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ദാഹം പൈങ്കിളിയെ എന്ന് പറയുന്ന ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങനെ ഗുണം പിടിക്കും. നമസ്കാരം സാറേ. ദാസപ്പനോ? താൻ ഇവിടെ ഉണ്ടോ? അതെന്ത് ചോദ്യാ സാറേ? CKP എവിടെ ഉണ്ടോ അവിടെ ദാസപ്പനുണ്ട്. അത് സാറേ ഒരു സംശയം, നമ്മുടെ കോൺഗ്രസ് പിന്നെയും വളർന്ന. എന്താ ദാസപ്പ അങ്ങനെ ചോദിച്ചത്? അതെ, വരുന്ന വഴിക്ക് ഞാനൊരു ബാനർ കണ്ട്, കേരള പഠന കോൺഗ്രസ്, അത് കണ്ട് ചോദിച്ചതാ. അത് CPM-ന്റെ പഠന കോൺഗ്രസാ. ഈ ലീഡറിന്റെ ഒരു കാര്യം, അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം കോൺഗ്രസ് ആക്കി കാണും. വെറുതെ അല്ല അവരവിടെ ഓടിച്ചത്. അല്ല, CM ആകത്തില്ലേ? ഓ ഉണ്ട്, എല്ലാവരുടെയും പരാതി കേട്ടോണ്ടിരിക്കുക. അതെ, ഈ ഉള്ളൊരുത്തിന് ഇവിടെ ഉള്ളെന്നൊന്ന് പറഞ്ഞു കേട്ടോ, കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. സ്വന്തം പാർട്ടിക്കാർ കൊലപാതകം ചെയ്തിട്ട് വന്നാലും അവരെയൊക്കെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നോ, ഇമ്പോസിബിൾ. അല്ല CM, അതൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ. കയ്യബദ്ധമോ? ഒരുത്തിനെ വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ നോക്കിയിട്ട് കയ്യബദ്ധം പറ്റിയെന്നോ? 1 2 ആണോ? 12 വെട്ടാണ് ആ പയ്യന്റെ ശരീരത്തിലുള്ളത്. നിങ്ങളുടെ മകൻ തന്നെ പോലീസിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണല്ലോ. സാർ അങ്ങനെ പറയരുത്. നമ്മുടെ സർക്കാർ വരാൻ ഞാനും എന്റെ ആൾക്കാരും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സാറിന് അറിയാമല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ് സാറിനെ കാണാൻ ഞാൻ വന്നത്. സാറ് എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ എങ്ങനെ രക്ഷിക്കണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ആശുപത്രിയിൽ മൃതപ്രായനായി കിടക്കുന്ന ആ പയ്യനെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച മാരകായുധങ്ങൾ നിങ്ങളുടെ മകന്റെ ബെഡ്റൂമിൽ നിന്നല്ലേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? ഇറ്റ് ഇസ് എ ക്ലിയർ എവിഡൻസ്. മകൻ വടിവാളും കത്തിയും മാരകായുധങ്ങളും കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പോൾ പച്ചക്കറി എറിയാനും നഖം വെട്ടാനുമാണെന്നാണോ നിങ്ങൾ കരുതിയത്? മകനെ ഒരു ക്രിമിനലാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കുകയായിരുന്നു. സാർ, എന്റെ മോൻ എനിക്ക് ആകെയുള്ളൊരു ആൺതരിയ. അവനെ വെട്ടുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന പയ്യനും തന്തയ്ക്കും തള്ളക്കും ഒരു മോൻ മാത്രമാണ്. ആ അമ്മയും വന്ന് ഇതുപോലെ സങ്കടം പറഞ്ഞാൽ ആരുടെ കണ്ണീരിനാണ് ഞാൻ വില കൽപ്പിക്കേണ്ടത്? എനിക്ക് സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കാൻ മാത്രമേ കഴിയൂ. അത് ആരായാൽ പോലും ഞാൻ അങ്ങനെയേ ചെയ്യൂ. സോറി. എന്റെ മോൻ. വർഗീസേ, ഇവരെ വിളിച്ചുകൊണ്ട് പോ. പുറത്ത് ഇനിയും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. പോയിക്കോളൂ. പ്രതാപ സാറേ, ബാബാ CM അകത്തുണ്ട്. ഗുഡ് മോർണിംഗ് CM. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താണോ പ്രതാപ, എന്തെങ്കിലും ഇഷ്യൂ ഇല്ലാതെ താൻ വരില്ലല്ലോ? ഈയിടെ ആനമുടിയിൽ നടന്ന കൂട്ടക്കൊലയെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. DYSP സുരേന്ദ്രനാഥും CI തോമസും അന്വേഷിച്ചാൽ ഈ കേസ് തെളിയാൻ പോകുന്നില്ല CM. ഏതെങ്കിലും എഫിഷ്യന്റ് ആയ IPS ഉദ്യോഗസ്ഥന്മാരെ വേണം ഈ കേസ് ഏൽപ്പിക്കാൻ. ഇപ്പോൾ അന്വേഷിക്കുന്നവരെ മാറ്റി പുതിയൊരാളെ ഏൽപ്പിക്കണമെന്ന് വെച്ചാ അതൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആകുന്ന കാര്യമാണോ? കാര്യങ്ങളൊക്കെ പ്രതാപനും അറിയാവുന്നതാണല്ലോ. പോലീസിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നിട്ടുള്ളത്. സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ജനങ്ങളുടെ പ്രതികരണം അറിയാനാവൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത സത്യസന്ധനായ ഒരു ഓഫീസറെ കൊണ്ട് വേണം ഈ കേസ് അന്വേഷിപ്പിക്കാൻ. പ്രതാപന്റെ ഉദ്ദേശശുദ്ധിയും ആവേശവും എനിക്ക് മനസ്സിലാവും. ഒരു യുവനേതാവായാൽ അങ്ങനെ ആയിരിക്കുകയും വേണം. ഏതായാലും DGP-യുമായി ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. പോരെ? ഓ,
ഈ എൻക്വയറി നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ചുറ്റുപാട് നിന്നും എതിർപ്പായിരുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അന്വേഷണം എന്ന പേരും പറഞ്ഞ് ഗുണ്ടായിസം കാണിച്ച് ഡിപ്പാർട്ട്മെന്റിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കരുത്. ഇങ്ങനെ ഒരു അഡ്വൈസ് പ്രതീക്ഷിച്ച് തന്നെയാണ് സാർ ഞാൻ വന്നത്. കൈക്കൂലി അഴിമതിയും നടത്തി വാദിയെയും പ്രതിയെയും ഒരുപോലെ സേവിക്കുന്ന വലിയ സ്രാവ് ഉള്ളിടത്തോളം കാലം ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നന്നാവില്ല സാർ. നീ ഇരിക്കെ. മറ്റുള്ളവർ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഡ്യൂട്ടി ജെന്യൂൻ ആയിട്ട് ചെയ്യുക. പിന്നൊരു കാര്യം കൂടി, സീനിയർ ഓഫീസേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കാതെ എല്ലാം നീ തീരുമാനിക്കുന്നത് പോലെയാകണമെന്ന് പറയുന്ന നിന്റെ ആ പഴയ രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിപ്ലിനെ തന്നെ അത് ബാധിക്കും. സാർ ഞാൻ പറയുന്നത്, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നൗ ഡു വാട്ട് ഐ സേ. നിന്റെ ശുണ്ഠിയും ചൂരും ധാർഷ്ട്യവും ഒക്കെ ഒന്ന് മയപ്പെടുത്തി എല്ലാവരുമായി ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഞാൻ കോപ്പറേറ്റ് ചെയ്യാം സാർ. പക്ഷെ ഔട്ട് ഓഫ് ദ വേയിൽ എന്തെങ്കിലും കണ്ടാൽ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റും? ആരുടെയും മുഖത്ത് നോക്കാതെ ഹോണസ്റ്റായി ഡ്യൂട്ടി ചെയ്യണമെന്നല്ലേ സാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായി ഈ കേസ് നിന്നെ തന്നെ ഏൽപ്പിച്ചത്. വെള്ളാമയെ പിടിക്കാൻ ഉള്ളാടൻ തന്നെ വേണമെന്ന് പഴമൊഴിയുണ്ടല്ലോ. ആ പിന്നെ ഡിപ്പാർട്ട്മെന്റ് നിനക്കിട്ടൊരു ഓമന പേരുണ്ടല്ലോ, അടിയോടടി. അതൊന്നും മാറ്റിയെടുത്ത് അച്ഛന്റെ പേര് കളയാതെ അടിയോടിയിൽ തന്നെ നിന്നാൽ മതി. സാർ അത് വെറുതെ അസൂയക്കാർ. എന്തായാലും എന്നെ അറിവിന്റെ അക്ഷരം പഠിപ്പിച്ച അടിയോടി സാറിന്റെ മകനായതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. എനിവേ ഓൾ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. താങ്ക് യു സാർ. ഇരിക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ എസ് ഐ മാത്തുക്കുട്ടി. ഹി വിൽ അസിസ്റ്റ് യു. മാത്തുക്കുട്ടി ആനമുടിയും സറൗണ്ടിങ്സും നന്നായി അറിയാവുന്ന ആളാ. എന്റെ മദറിന്റെ നേറ്റീവ് പ്ലേസ് ആണ് സാറേ ആനമുടി. സാറ് കേട്ടിട്ടുണ്ടാവും മണവാളൻ ജോസഫ്. അതെ, സിനിമാ നടൻ മണവാളൻ ജോസഫ് അല്ല, അഡ്വക്കേറ്റ് മണവാളൻ ജോസഫ്. അദ്ദേഹത്തിന്റെ മകളാണ് എന്റെ മദർ. ആ മദറിന്റെ മകനാണ് ഞാൻ. മതി 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 മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേട്ടോ സാറേ, ആദ്യം നമുക്ക് ആനമുടിയിലേക്ക് പോകാം. അവിടെ അടിവാരത്തിന്റെ അമ്മയുടെ വീട്ടില് നേരത്തെ പറഞ്ഞില്ലേ മണവാളൻ ജോസഫിന്റെ മകള് നല്ല അസല് കുക്ക. അവിടെ വിളിച്ചു പറഞ്ഞാൽ നല്ല തേങ്ങ കൊത്തിയിട്ട് വരട്ടിയ മൊയിലിറച്ചി കിട്ടും. ഗ്രാൻഡ് മദറിന്റെ ഫേവറേറ്റ് ഫിഷാ, അല്ല ഡിഷാ. താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. പിന്നെ ഈ കുമുകുമാന്ന് മണം വരുന്നത്? അപ്പൊ സാറിന് വന്നുല്ലേ മണം? ഇതെന്റെ ബോഡി സ്മെല്ല. വേർത്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ സ്മെല്ല. ഓഹോ, താൻ എപ്പോഴും ഇങ്ങനെ വേർക്കാറുണ്ടോ? അങ്ങനെ എപ്പോഴും വേർക്കാറില്ല. സാറിനെ കണ്ടപ്പോ പെട്ടെന്ന് വേർത്ത് പോയതാ. സാറിനെ കണ്ട ആരാ വേർക്കാത്തത്? മതി മതി, തന്റെ സംസാരിച്ച ഓവറാ. അതെ അതെ, അതെല്ലാവരും പറയാറുണ്ട് സാർ. ഈ മരിച്ച ചാക്കോമേസ്റ്ററുടെ വീട് തനിക്കറിയാവോ? അറിയാം സാർ. നമുക്ക് അന്വേഷണം ആദ്യം അവിടുന്ന് തുടങ്ങാം. അവിടെ ചെന്നിട്ട് എന്താ സാറേ കാര്യം? അല്ല, എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ ഒരെണ്ണം പോലും ബാക്കിയില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ സാറേ വെറുതെ സമയം മെനക്കെടുത്തുന്നത്? പോണം, പോകാം സാർ. നമ്മളിപ്പോ അങ്ങോട്ടാണല്ലോ പോകുന്നത്. ഞങ്ങൾക്കറിയില്ല സാറേ അവരെന്നതിനെ കടുങ്കൈ ചെയ്തതെന്ന്. എത്ര നല്ല മനുഷ്യരായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? ചത്തുപോയാൽ ചത്തുപോയതിനെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർ പറയുന്ന സ്ഥിരം പല്ലവി കേൾക്കാനല്ല ഞങ്ങളോട് വന്നത്. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. മാത്തുക്കുട്ടി, സാർ, ചാക്കോമേസ്റ്ററും കുടുംബം ആത്മഹത്യ ചെയ്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താടാ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി കണ്ണി നോക്കി കളിക്കുന്നത്? പറയടാ. ഇത് അടിയോടി സാറാ, ദേവദാസ് അടിയോടി. അടി തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ അടിയോടടിയായിരിക്കും. ഇല്ല ഇല്ല, നിങ്ങളെ ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. അതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. ചാക്കോ മിസ്ത്രിയുടെ മൂത്ത മോള് ട്രീസിയെ കല്യാണം കഴിച്ച് വിട്ടിട്ടും സ്ത്രീധനമാക്കി കൊടുക്കാത്തതിന്റെ പേരില് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുകയായിരുന്നു. അവിടെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ബഹളം വെക്കുന്ന ഒഴിച്ചാ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല.
ഈ പറഞ്ഞ ജോണിക്കുട്ടിക്ക് എന്താ ജോലി? ഗായത്രി ഫൈനാൻസിലെ ചിട്ടിപ്പിരിവാരാന്ന് കേട്ടിട്ടുണ്ട്. ആഹാ, ചിട്ടിപ്പിരിവുകാരനാണ്. അപ്പൊ പിന്നെ അവൻ തന്നെയായിരിക്കും കൊന്നത്. ഈയിടെയായിട്ട് ചിട്ടിപ്പിരിവാർക്ക് കൊലപാതകത്തെ വലിയ താല്പര്യമാകട്ടോ. അവന്റെ വീട് എവിടെയാ? പൊൻകുന്നത്താ സാറേ. പോകാം, എല്ലാവരും ഒന്ന് കരുതിരുന്നോ കേട്ടോ. ഛേ. അയ്യോ നാട്ടാരെ ഓടി വരണേ, എന്നെ പേടിപ്പിക്കാൻ വരണേ. അയ്യോ അയ്യോ നാട്ടാരെ ഓടി വരണേ, എല്ലാരും വരണേ, എന്നെ പേടിപ്പിക്കാൻ വരണേ. അയ്യോ അയ്യോ. നിങ്ങൾ എന്തിനാ വെറുതെ കിടന്നിങ്ങനെ ബഹളം വെക്കുന്നത്? ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് 50 വർഷം പിന്നെയും കഴിഞ്ഞല്ലോ. ഈ ഉണങ്ങിയ കൊടംപുളി പോലെ ഇരിക്കുന്ന നിങ്ങളെയാണോ പീഡിപ്പിക്കാൻ വരുന്നത്? അയ്യേ ശവം. പോലീസുകാർക്ക് പ്രായം തരുന്ന നോട്ടല്ലല്ലോ സാറന്മാര്. നിങ്ങളുടെ മകൻ ജോണിക്കുട്ടി ഇവിടെ ഇല്ലേ? ഇല്ല സാറേ. അവൻ എവിടെ ഉണ്ട്? അവൻ എവിടെയെന്ന് എനിക്ക് അറിയില്ല സാറ്. അവൻ എവിടെയും കണ്ട എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറ്, എനിക്കൊന്ന് പോയി കാണാനാ. അവന്റെ ഭാര്യയും വീട്ടുകാരെയും കൊന്നത് നിങ്ങളും മോനും കൂടല്ലേ? വെറുതെ മഹാപാപം പറയല്ലേ സാറ്. എന്തേലും ദേഷ്യണ്ടി അവൻ എന്റെ അടുത്ത് തീർക്കെങ്കിലും അത്ര പോലും നാട്ടുകാരെ അടുത്ത് ഒരു ഉറുമ്പിനെ പോലും അവൻ അറിഞ്ഞോണ്ട് കൊല്ലാൻ പറ്റില്ല എന്നെ സാറേ. സാറിനറിയോ, സാറിനോടായതുകൊണ്ട് പറയാ, അവന്റെ ഭാര്യയാക്കി അവൻ കെട്ടിക്കൊണ്ടുവന്ന ഒരു ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ, ട്രീസ. പിഴയായിരുന്നു സാറേ, പിഴ. അവള് മാത്രമല്ല, അവളുടെ അനിയത്തി പെണ്ണും ലോക പിഴയായിരുന്നു. അല്ല, എന്തിനിപ്പ അവരെ പറയണത്? അവരുടെ തള്ളി ആയ കാലത്ത് മോശമൊന്നല്ലായിരുന്നല്ലോ. ഇതിന്റെയൊക്കെ ഇടയെ കിടന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടേ ആ കിളവൻ എല്ലാത്തിനെയും കൊന്നിട്ട് ചാടി ചത്തതായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ നോക്കി. അയ്യോ, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ കേൾക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. മോൻ വരുമ്പോ എത്രയും പെട്ടെന്ന് SP ഓഫീസിലേക്ക് വന്നേക്കാൻ പറഞ്ഞത്. മാത്തുക്കുട്ടി, സാർ, ഒരു സംശയം. നിങ്ങളുടെ മോൻ ഇവിടെ കെട്ടിക്കൊണ്ടത് പെണ്ണില്ലേ? അവള് പിഴയാണെന്ന് പറഞ്ഞ് നിങ്ങളത് ഇത് കണ്ടിട്ടുണ്ടോ? ഒന്ന് വേഗം പറ, ഒന്ന് ചുരുക്കി പറ. സാറേ, വേല കയ്യിലിരിക്കട്ടെ. രാവിലെ തന്നെ യൂണിഫോം വലിച്ചു കയറ്റി ലാത്തി എടുത്ത് ഉദ്യോഗം എന്നും പറഞ്ഞ് രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കാതെ ഇതേ പച്ച മരുന്ന് എന്താ വയസ്സായിട്ട് സൂക്കേട് മാറിയില്ലേ? ഇനി ഇവിടെ നിന്ന് എന്റെ സ്വഭാവം മാറും. അയ്യോ, ഓടി വരണേ, അയ്യോ. മാത്തുക്കുട്ടി, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ രാമേന്ദ്രൻ, അയാൾ ആളെങ്ങനെയാ? ചെറിയൊരു കുട്ടിയാന, 52, 120, 54. താനിത് എന്തായി പറയുന്നത്? 52 പൊക്കം, 120 തൂക്കം, 54 വേസ്റ്റ്. അയാളുടെ ഫിസിക്കിനെ കുറിച്ചല്ല ചോദിച്ചത്, പ്രൊഫഷനെ കുറിച്ചാണ്. നല്ല കൈരാശ്യമുള്ള ഡോക്ടറാ സാറേ. വെട്ടിക്കീറാൻ ഡെഡ് ബോഡീസ് ക്യൂവാ. പക്ഷെ ഒരു കുഴപ്പം, നമ്മളെപ്പോലെ ഒന്നും അല്ല സാറേ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ തണ്ണിയാ. ബാർ അറ്റാച്ചഡ് കാറുള്ള ഏക ഡോക്ടറാ. ലാവിഷ് ലൈഫല്ലേ സാറേ. അയാൾ അത്രയ്ക്ക് സമ്പന്നനാണോ? സർക്കാർ ഡോക്ടർ ആണല്ലോ സാറേ. പോലീസുകാരൊക്കെ നല്ല നടവരവാ. അയാളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ, ചുങ്കത്താനം. എന്താ ഇവിടെ? ഇവിടുത്തെ ഡോക്ടർ മരിച്ചുപോയി. എങ്ങനെ? ഏതോ വണ്ടി ഇടിച്ചെന്നാ കേട്ടത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. മാത്തുക്കുട്ടി, സ്റ്റേഷനിൽ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്തു തരും. സാർ, അതെ സാറേ, സംശയിക്കാനൊന്നുമില്ല. ആ തള്ള പറഞ്ഞതുപോലെ ആത്മഹത്യ തന്നെ. പേരിനൊരു പെൺതരി വീട്ടിലുണ്ടെങ്കിൽ തന്തമാർക്ക് പിന്നെ ആദ്യമായിരിക്കും. അപ്പൊ പിന്നെ ഉള്ളത് പിഴയും കൂടിയാണെങ്കിലോ അയാൾ ചെയ്തു തന്നെയാണ് ശരി. ഇനിയിപ്പോ ഒന്ന് അറിയണ്ടല്ലോ സാറേ. ഒരു കാര്യം, അതെ, നമ്മൾ അന്വേഷണം എന്ന് പറഞ്ഞിറങ്ങിയപ്പോ തന്നെ ആ ഡോക്ടർ ചത്തു. ആകെ ഉണ്ടായിരുന്നൊരു പിടിവള്ളിയായിരുന്നു ആ ഡോക്ടർ. ഇനിയിപ്പോ അതും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ അന്വേഷണം തുടരേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല, സാറിന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ സാറിന് അന്വേഷിക്കാൻ പറ്റിയത്ര ഒരു ഡെപ്ത് ഈ കേസിനില്ല. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്താലോ സാർ? മാത്തുക്കുട്ടി സാർ, തനിക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നു കഴിഞ്ഞാൽ തന്റെ ഈ സംസാരം ശരിയല്ലെന്ന്. സാർ. തനിക്ക് ഈ കേസിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോകാം. സാർ, താൻ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വന്നതാ.
ഉപദേശിക്കാനല്ല. അയ്യോ സാറിനെ തെറ്റിദ്ധരിച്ചു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള ഒരു സാധാ പോലീസ് ഓഫീസറാണ് സാറേ ഞാൻ. രാവിലെ ലാത്തിയും എടുത്ത് ചെക്കിങ്ങിന് എന്ന പേരിൽ നടുറോട്ടിൽ നിന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തടയണ ചില്ലറയുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അന്വേഷണത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല സാർ. എടോ, തന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. തന്നെ പോലെ ഒരെണ്ണം മതി ഡിപ്പാർട്ട്മെന്റിന് മൊത്തം ചീത്തപ്പേരുണ്ടാക്കാൻ. ഏതായാലും താൻ എന്റെ കൂടെ വേണോ വേണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. താനിപ്പോ പോ. ആയിക്കോട്ടെ.